നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ അന്ത്യശാസ്ത്രമാണ് ഇറാൻ തള്ളിയത്. ശത്രുവിന് മുന്നിൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇസ്രയേൽ ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായേക്കും. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ ആണവയുദ്ധം നേടുന്നതിന് തൊട്ടരികിലെത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇന്നലെ രാത്രി ടെഹ്റാനിലടക്കം ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായിരുന്നു. ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണം തുടർന്നു. ഹൈഫയിലേക്കും ടെല്ലവീവിലേക്കും ഇറാൻ അയച്ച മിസൈലുകൾ തകർത്തെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്തി. അതിനിടെ ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 450 കടന്നു. ആക്രമണങ്ങളിൽ ഇറാനിലെ നതാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിന്റെ ഭൂഗർഭ അറകളിൽ നാശമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളും ആണവശേഖരവും ഭൂമിക്കടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ തകർക്കാനുള്ള ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ അമേരിക്കയിൽ നിന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണശേഷി ഗണ്യമായി കുറഞ്ഞെന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത്. അതേസമയം അമേരിക്കയും ബ്രിട്ടനും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഹൈഫയിലും ടെല്ലവീവിലുമുള്ള ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകി. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അയത്തുള്ള അലി ഖമേനി എവിടെയാണെന്ന വിവരമുണ്ടെങ്കിലും വധിക്കില്ലെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ചൈന ആശങ്ക അറിയിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനിക നടപടിയല്ല വേണ്ടതെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കി. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രധാന അധികാരങ്ങൾ ഇറാനിയൻ സൈന്യത്തിന് കൈമാറിയെന്ന് റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിൽ വിശ്വസ്തരായ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ നഷ്ടമാവുകയും അമേരിക്കയിൽ നിന്ന് ഭീഷണികൾ വർദ്ധിക്കുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് തീരുമാനമെന്നാണ് സൂചന. 1989 അധികാരത്തിലെത്തിയ ശേഷം ഇറാനിയൻ സൈന്യത്തിലും പ്രധാന സർക്കാർ സംവിധാനങ്ങളിലും ഖമേനി ആധിപത്യം നേടിയിരുന്നു. 6ാം ദിവസത്തിലേക്ക് കടന്ന ഇസ്രയേൽ ഇറാൻ പോരാട്ടത്തിൽ ഇരുപക്ഷവും ശക്തമായി മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. US ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുമെന്ന സാഹചര്യം നിലവിലുണ്ട്. ഖമേനിയെ വധിക്കുന്നതോടെ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.